ഹായ് ഗൈസ്, അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയം, ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ന്യൂ യൂട്യൂബേഴ്സ് ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ വീഡിയോ. അതിൽ ഒന്നാമത്തെ ഒരാൾ എന്നോട് ചോദിച്ചത്, എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായി ഞാൻ ഏകദേശം ഒരു 400 വീഡിയോളം ഇട്ട് കഴിഞ്ഞു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല, ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയിട്ടില്ല എന്നൊക്കെ ഒരുപാട് മെസ്സേജ് ഒരു വ്യക്തി ചെയ്തിരുന്നു. അതേപോലെ തന്നെ മറ്റൊരു വ്യക്തി പറഞ്ഞത് എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ യൂട്യൂബ് ഇത് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം തികയുന്നു. അപ്പോൾ എൻ്റെ ചാനൽ തീരെ ഗ്രോ ആകുന്നില്ല, വ്യൂസ് വരുന്നില്ല, 4ഉം 5ഉം 10ഉം വ്യൂസൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എന്താണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇവർക്കുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഇതിന് പറ്റിയ ഒരു 2 ടിപ്സ് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഇത് നിങ്ങൾ ഫോളോ ചെയ്യുക. ഫോളോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ തീർച്ചയായിട്ടും ഗ്രോ ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുക. ഒരു യൂട്യൂബ് ചാനൽ ഒരാവേശത്തിന് നമ്മൾ തുടങ്ങിയിട്ട് കാര്യമില്ല. അതിൽ സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. ആ വീഡിയോ നമ്മൾ പരമാവധി ഡ്യൂറേഷൻ, ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ അതിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുക. പരമാവധി ഒരു 3 മിനിറ്റ്, 4 മിനിറ്റ്, അതേപോലെ 2 മിനിറ്റിന് മുകളിലേക്ക് ഒരു 5 മിനിറ്റിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ വീഡിയോ സ്ഥിരമായിട്ട് ഇടുക. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്നതിനോട് കൂടി തന്നെ നല്ല തംബ്നെയിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നല്ല ടൈറ്റിൽ കൊടുക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ അതിനനുയോജ്യമായ ഒരു ഡിസ്ക്രിപ്ഷൻ കൂടി തയ്യാറാക്കുക. ഇത്രയും ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ പബ്ലിഷ് ചെയ്യുക. ഈ പബ്ലിഷ് ചെയ്യുന്നത് ഏകദേശം ഒരേ സമയത്ത് തന്നെ ആയിരിക്കണം നമ്മളുടെ വീഡിയോ പബ്ലിഷ് ചെയ്യേണ്ടത്. ഇന്ന് രാത്രി 8 മണിക്ക് ഒരു വീഡിയോ ഇട്ടാൽ നാളെ രാത്രി അതൊരു 10 മണിക്ക് 11 മണിക്ക് ഇട്ടതുകൊണ്ട് പ്രയോജനമില്ല. നമ്മളുടെ YT സ്റ്റുഡിയോയിൽ നമുക്ക് നോക്കിയാൽ കാണാം, നമ്മളുടെ വീഡിയോ റീച്ചാകുന്ന ഒരു ടൈമുണ്ട്. ആ ടൈമിനനുസരിച്ച് വേണം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ തീർച്ചയായിട്ടും ഗ്രോ ആകുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതിരിക്കുക, സ്ഥിരമായിട്ട് വീഡിയോ ഇടുക. അതേപോലെ തന്നെ നല്ല ഡിസ്ക്രിപ്ഷനും തംബ്നെയിലും ടൈറ്റിലൊക്കെ കൊടുക്കുക. അതേപോലെ നല്ല കണ്ടന്റ് കൊടുക്കുക. അതേപോലെ തന്നെ ഒരേ സമയത്ത് ഇടാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇട്ട് ഒരു സ്ഥിരമായിട്ട് ഒരു 2-3 മാസം അല്ലെങ്കിൽ 2 മാസം നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ഇട്ട് നോക്കിയാൽ കാണാം, നമുക്ക് നമ്മളുടെ ചാനലിൽ മാറ്റങ്ങൾ കാണാൻ സാധിക്കും. നമ്മൾ ഓരോ വീഡിയോ ഇടുമ്പോഴും അതിന് യൂട്യൂബ് ഓരോ വീഡിയോയ്ക്കും ഇംപ്രഷൻ കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആളുകളിലേക്ക് ഈ ഇംപ്രഷൻ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെല്ലുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ക്ലിക്കാകുന്നതോട് കൂടിയിട്ട് നമ്മളുടെ ചാനൽ ഗ്രോ ആകും. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമുക്ക് മുന്നോട്ട് വരാൻ സാധിക്കുകയുള്ളൂ. അല്ലാതെ ഒരാവേശത്തിന് ഓരോരുത്തരും പറയുന്നത് കേട്ടിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ആദ്യം ഒരു 5-6 വീഡിയോ സ്ഥിരമായിട്ട് ഇടും. അപ്പോൾ നമ്മൾ വ്യൂസ് ഒന്നും കാണാത്തത് കാരണം നമ്മൾ കുറച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് രണ്ടാമത് പിന്നെയും 1 മാസമോ 2 മാസമോ അല്ലെങ്കിൽ 3 മാസമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും നമ്മൾ ആവേശത്തിന് വേണ്ടിയിട്ട് ഒരു 2-3 വീഡിയോ ഇടും. അപ്പോൾ പിന്നെയും അതിലൊന്നും വ്യൂസ് ഒന്നും കാണാതാകുമ്പോൾ പിന്നെയും നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ആ പ്രവണത ഒഴിവാക്കിക്കൊണ്ട് സ്ഥിരമായിട്ട് നമ്മളൊരു ജോലിയാണ് ചെയ്യുന്നത് എന്നുള്ള കണ്ടീഷനിൽ നമ്മൾ വീഡിയോ ഇടുക. അപ്പം നമുക്ക് അതിനുള്ള മാറ്റം കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഈ വിഷയം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്ഥിരമായിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കുക. എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നമ്മളുടെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അറിയാത്തവരിലേക്ക് ഷെയർ കൂടി ചെയ്തു കൊടുക്കുക. എന്നാൽ ഇന്നത്തേക്ക് ജയ് ഹിന്ദ്.